നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലിടുക്കാണ്. ജനകീയ പോരാട്ടങ്ങൾ നിരവധി നടത്തിയ കല്ലിടുക്ക്. ഇവിടെ അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് നിരവധി പോരാട്ടങ്ങളാണ്. നമ്മുടെ ചാനൽ ഇവർക്കൊപ്പം തുടക്കം മുതൽ ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നു. അതുപോലെ ഇവരുടെ സമരസമിതിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വളരെയധികം സന്തോഷത്തിലാണ്. അതായത് ജനകീയ പോരാട്ടങ്ങൾ നിയമപരമായി പോരാടിക്കൊണ്ട്, അതുപോലെ പത്രദൃശ്യ മാധ്യമങ്ങളിലെല്ലാം വന്ന വാർത്തകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ നടത്തിയ പോരാട്ടങ്ങൾക്കൊരു റിസൾട്ട് വന്നിരിക്കുകയാണ് കല്ലിടുക്ക് സമരസമിതിക്ക്. നമുക്ക് ഇവരോട് നേരിട്ട് ചോദിച്ചറിയാം. അടിപ്പാത ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ NH 544 ആറൂരി പാതയിൽ 3 അടിപ്പാതകളാണ് പ്രധാനമായിട്ടും പാസ്സായിട്ടുള്ളത്. ഒന്ന് മുടിക്കോട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് മുടിക്കോട്. മെഡിക്കൽ കോളേജിലേക്ക് പാലക്കാട് ജില്ലയിൽ നിന്നും വരുന്ന ആളുകൾക്ക് പോകാനുള്ള തിരിയുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. അതും നമ്മൾ സമരസമിതിയോടൊപ്പം തന്നെ വാർത്തയും മറ്റു കാര്യങ്ങളുമായി അവിടുത്തെ പ്രതിഷേധങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് നമ്മളുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് വാണിയമ്പാറ. അതും എളനാട്, ചേലക്കര, കണ്ണമ്പ്ര, പഴയന്നൂർ എന്നീ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു സുപ്രധാന നിരവധി ആളുകൾ താമസിക്കുന്ന പ്രദേശമുള്ളൊരു ഏരിയ തന്നെയാണ്. അതും അവിടെയും അടിപ്പാതയുടെ ആവശ്യം വളരെ ആവശ്യമായിരുന്നു. കാരണം നിരവധി അപകടങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും നമ്മുടെ ചാനൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും കല്ലിടുക്ക് സമരസമിതി നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയാണ് ഈ അടിപ്പാതയെക്കുറിച്ച് അവർ നോക്കിക്കാണുന്നത്. ഈ ഒരു വാർത്ത, ഈ പണികൾ തുടങ്ങിയ ഈ വാർത്ത എങ്ങനെയാണ്? നമസ്കാരം സുരക്ഷടാ. ഈ ഒരു സമരസമിതിയിൽ ശക്തമായ പോരാട്ടങ്ങൾ തുടക്കം മുതലേ തന്നെ നമ്മുടെ ചാനലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നത്. അതെന്താണ് പറയാനുള്ളത്? ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, കല്ലിടുക്ക് ജനകീയ സമിതി പ്രസിഡന്റ് സുഭാഷ് കുമാറാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ കല്ലിടുക്ക് ജനകീയ സമിതി കൂട്ടായിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുജനങ്ങളിലെയും എല്ലാവരും സഹായത്തോടു കൂടിയിട്ട് നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചത്. ആ പ്രവർത്തനം 100% നമുക്ക് വിജയത്തിലെത്തി എന്ന് പറയാനായിട്ട് നമുക്ക് സന്തോഷിക്കാൻ വകയില്ല. കാരണം 3.5 മീറ്ററാണ് ഇവർ ആദ്യം തരാമെന്ന് പറഞ്ഞത്. അത് ലീഗൽ സർവീസ് അതോറിറ്റി, തൃശ്ശൂർ ലീഗൽ സർവീസ് അതോറിറ്റി സബ് ജഡ്ജി അത് അവരായിട്ട് ജഡ്ജിയുടെ ചേംബറിലേക്ക് വിളിച്ച് അവിടെ സംസാരിച്ചതിൻ്റെ ഭാഗമായി കല്ലിടുക്ക് സ്ഥലം ജഡ്ജി വന്ന് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് 1 മീറ്ററും കൂടി കൂട്ടി 4.5 കിട്ടിയിട്ടുണ്ട്. 4.5 കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തിന് വകയില്ല എന്ന് പറയുന്നത്. നമ്മൾ 7 മീറ്റർ ആവശ്യമാണ് പെട്ടിട്ടുള്ളത് ബീച്ച് റോഡ് ജംഗ്ഷനിൽ. അത് നമ്മൾ കുറച്ച് എല്ലാവരും കൂടി ആലോചിച്ച് കുറച്ച് പുറകോട്ട് പോകുന്ന 5.5 മീറ്ററെങ്കിലും കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ഇവിടുത്തെ മരാമത്ത് പണികൾ തുടർന്നുകൊണ്ടിരിക്കട്ടെ. പക്ഷേ നമ്മുടെ ശ്രമങ്ങൾ, ഈ 5.5 മീറ്ററിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മളും നമ്മുടെ MP മന്ത്രിയായ ശ്രീ സുരേഷ് ഗോപി സാറ് വഴി നമ്മളതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് 5.5 മീറ്റർ കിട്ടാനായിട്ട്. തന്നെയല്ല, ചില സാമ്പത്തികമുള്ള സാമൂഹ്യ വിരുദ്ധർ ഇത് ഉയരം കൂട്ടുന്നതിന് വേണ്ടി ചില അടിത്തുറപ്പിൻ്റെ പണികൾ എടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു ശരിയല്ല. ഉയരം കൂട്ടുന്നതിന് എതിർപ്പ് പറയുന്നത് കുറച്ച് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ സാമ്പത്തികമുള്ള സാമൂഹ്യ വിരുദ്ധർ ഈ നാട്ടില് എന്തൊരു വികസന പരിപാടികളും നല്ല കാര്യം വന്നാലും ഓൾറെഡി 4.5 മീറ്റർ പണിയാന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ജഡ്ജിയുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവര്. പിന്നെ ഞങ്ങൾ നേരിട്ട് പാലക്കാട് ചന്ദ്രനഗറിൽ പോയി NHIയുടെ പ്രൊജക്ട് ഡയറക്ടർ അൻസൽ ഹസൻ സാറിനെ കണ്ട് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ 4.5 മീറ്റർ ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ എന്ത് വികസന പരിപാടികൾ വന്നാലും ചില സാമ്പത്തികമുള്ള സാമൂഹ്യ വിരുദ്ധർ അയാളുടെ ഈച്ചള് തിന്നുന്ന വാലാട്ടിപ്പട്ടികളും അവരെ കൂടെ നിന്നുകൊണ്ട് നാട്ടിലെ വികസനത്തിന് തുരങ്കം വെക്കുന്നു. തുരപ്പന്റെ പണി. അതൊരു ശരിയായിട്ടുള്ള നിലപാട്. 4.5 മീറ്ററിൽ ഏത് തരം വരെ വാഹനങ്ങൾ പോകും? ഇവിടെ അവര് പറയുന്ന കണക്കനുസരിച്ച് ബസ് കഷ്ടി കടന്നു പോകുന്നാണ് പറയണത്. ആ ബസ് കടന്നു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഒരു ചെറിയ സന്തോഷത്തിന് വകയുണ്ട്. തന്നെയല്ല, ഈ കല്ലിടുക്ക് പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായ കേന്ദ്രങ്ങളുള്ളതാണ്. ഇവിടെ സ്റ്റാർ പൈപ്പിൻ്റെ ഗോഡൗണ് ഉള്ളതാണ്. അതുപോലെ ഇവിടെ ഹോളോ ബ്രിക്സ് ഉള്ളതാണ്. അതുപോലെ തന്നെ ക്രഷർ ഉള്ളതാണ്. ഇവിടേക്കൊക്കെ ഈ സ്റ്റാറിൻ്റെ ഗോഡൗണിലേക്ക് വലിയ കണ്ടെയ്നർ ഉൾപ്പെടെ വരുന്നതാണ്. അതുപോലെ ക്രഷറിലേക്ക് വലിയ ടിപ്പർ വരുന്നതാണ്. അതുപോലെ
ഹോളോ ബ്രിക്സിലേക്ക് വലിയ ടോർച്ച് ലോറി സിമെന്റ് കൊണ്ടുവരുന്നതാണ്. ഇതൊക്കെ വ്യാവസായികമായിട്ടുള്ള ആവശ്യങ്ങൾ. ഓക്കെ, നമ്മൾ ശരിക്കും സമരം തുടങ്ങുമ്പോൾ ശരിക്കും നമുക്ക് ജനങ്ങളുടെ ഒരു ആവശ്യമായി ബസ് വരെയുള്ള വാഹനങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ബീച്ച് റോഡ് ജംഗ്ഷനിലെ 7 മീറ്റർ ഉയരം 15 മീറ്റർ വീതിയാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഇതെന്താ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽസ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഇവിടേക്ക് വരുന്ന മെറ്റീരിയൽസിന് വില കുറയും. രണ്ടാമത് ഈ ജനങ്ങൾ കുറെ പുക ശ്വസിക്കാതെ കുറച്ചുള്ളൊരു അതിൻ്റെ ഒരു ഗുണം കിട്ടും. പിന്നെ നമ്മുടെ ചുവന്നമണ്ണ് പാലം, കനാൽ പാലം, അവിടെ ബ്രിട്ടീഷുകാർ പണിതാന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ആ പണിതിട്ടുള്ള പാലം എത്ര റോഡ് വന്നാലും അതിലങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി, അത് പൊളിച്ചു പണിയേണ്ട ആവശ്യമില്ല. അതുപോലെ ഇതൊരു ദീർഘവീക്ഷണത്തോടു കൂടി നമ്മുടെ നികുതിപ്പണം, ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് പണിയുന്നത് കൊണ്ട് ഇവിടെ ദീർഘവീക്ഷണത്തോടു കൂടി പണിതാലല്ലേ ഇതിന് ഗുണമുള്ളൂ. അതല്ലാതെ ഇത് കുറച്ച് കഴിഞ്ഞാൽ പൊളിച്ചു പണിയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. തന്നെയല്ല 150-200 കോടി രൂപയോ അല്ലെങ്കിൽ ഒരു 300 കോടി രൂപയോ ഒട്ടനവധി ഇവിടെ നമ്മുടെ മണ്ണൂത്തി വടക്കാഞ്ചേരി NHI 544 ദേശീയപാതയിൽ ഈ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ 3 അടിപ്പാതകളുണ്ട്. അത് കൂടാതെ കുഴൽമണ്ണ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ മൊത്തം ടെൻഡറാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ 300 കോടിയോ 400 കോടിയോ ചിലവാക്കിയാലും ഇവരൊരു 4000 കോടിയോ അല്ലെങ്കിൽ 8000 കോടിയോ ടോളിനത്തിൽ ഇവിടുന്ന് ജനങ്ങളെ ഇന്ന് പിരിച്ചുണ്ടാക്കാണ്, പിന്നെ എടുത്തുകൊണ്ട് പോവാണ്. എന്താണ് പിന്നെ ഇവർക്ക് വിരോധം, വിഷമം? ഒരു വികസനം വരുമ്പോൾ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്താലല്ലേ ആ മുടക്കുമുതലിൻ്റെ ഒരു മൂല്യം ജനങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് എന്തുകൊണ്ടത് അങ്ങനെ ഈ 4.5 മീറ്റർ ഒതുക്കുന്നത്? തന്നെയല്ല, ഈ റോഡ് നിർമ്മാണം തുടക്കം മുതലേ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണമാണ്. അല്ല, അതിലൊന്നും തർക്കമില്ലാത്ത കാര്യമാണ്. അതിന്റെ വീഡിയോകൾ നമ്മൾ നിരന്തരം അടിപ്പാത വേണ്ട സ്ഥലത്ത് അടിപ്പാതകളില്ല. അടിപ്പാത ആവശ്യമില്ലാത്തടത്ത് കൊണ്ട് അടിപ്പാത കൊണ്ടുവയ്ക്കുക. പട്ടിക്കാട് ജംഗ്ഷനിലൊക്കെ 2 അടിപ്പാത അടുപ്പിച്ച്, അതുപോലെ മണ്ണൂത്തിൽ 3 എണ്ണം. ഇതൊക്കെ എന്താ അങ്ങനെ ഈ ബസ് സ്റ്റോപ്പ് മാതിരി അടിപ്പാത പണിത് വെച്ച് നോക്കണത്? അങ്ങനെയല്ലല്ലോ വേണ്ടേ? ജംഗ്ഷൻ നോക്കി അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരുമ്പോൾ അവിടെയുള്ളവർ നോക്കുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പട്ടിക്കാട് ഇപ്പോൾ 3 എണ്ണം വന്നു എന്നുള്ള ഒരു അഭിപ്രായവും പറയും. നമുക്ക് ഈ ഒരു ഇതിനെ കുറിച്ച് നിങ്ങളുടെ സമരത്തിന്റെ അതാണ് പ്രധാനമായിട്ട് പറയുള്ളത്. ബസ് റൂട്ടുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് അടിപ്പാത വരണം. ഇവിടെ 8 ബസ് റൂട്ട് ഉള്ള ഒരു സ്ഥലമാണ്. തന്നെയല്ല, നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തിയായ വാണിയമ്പാറ മുതൽ പഞ്ചായത്തിലേക്കും വില്ലേജിലേക്കും KICBയിലേക്കും കൃഷിഭവനിലേക്കും മൃഗാസ്പത്രി, ആയുർവേദ ആസ്പത്രി, ഹോമിയോ ആസ്പത്രി, ആരാധനാലയങ്ങൾ, ബാങ്കുകൾ, ഫോറസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ഓട്ടോ സ്റ്റാൻഡ്, ടാക്സി സ്റ്റാൻഡ് മുതലായ സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂള്, പ്രൈമറി സ്കൂള്, ഇത്രയും സ്ഥലങ്ങളിലേക്ക് വരാനായിട്ട് ഒരു എളുപ്പമാർഗമുള്ള ഒരു പ്രധാന അടിപ്പാതയാണ് കല്ലിടുക്കിലുള്ളത്. അത് വന്നു കഴിഞ്ഞാൽ ഒട്ടനവധി പേർക്ക് സാമ്പത്തിക ലാഭം, അതായത് ഡീസൽ പെട്രോള് കത്തിപ്പോകുന്ന കുറേ ലാഭം കിട്ടും. അത് കൂടാതെ ഈ ജനങ്ങൾ പുക ശ്വസിക്കുന്നത് കുറഞ്ഞു കിട്ടും. തന്നെയല്ല, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി എടുത്തൊരു തീരുമാനപ്രകാരം ഇവിടെ 7 മീറ്റർ അടിപ്പാത വേണമെന്നാണ് പാണഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ, ഞങ്ങളുടെ ജനകീയ സമിതിയുടെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് കല്ലിടുക്ക് ജംഗ്ഷനിൽ 7 മീറ്റർ ഉയരും 15 മീറ്റർ വീതിയും വേണമെന്നാണ് പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനം. അത് 100% നല്ലൊരു കാര്യമാണ് പഞ്ചായത്ത് കമ്മിറ്റി എടുത്തിട്ടുള്ളത്. അത് തന്നെയല്ല, ഇവിടെ ഭയങ്കര ഇരുട്ടാണ് രാത്രിയായ. ഒരു ഹൈമാസ് ലൈറ്റ് തരാനായിട്ട് ഒരാളും ഇതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ജനപ്രതിനിധികളും അധികാരികളും 2 ഹൈമാസ്റ്റ് ലൈറ്റ് തെക്കുംപാട റോഡിൻ്റെ ആരംഭത്തിലും കല്ലിടുക്ക് റോഡിൻ്റെ ആരംഭത്തിലും 2 ഹൈമാസ്റ്റ് അനുവദിച്ചു തരാനുള്ള നടപടിയും അതിനൊപ്പം സ്വീകരിക്കണം. ഇപ്പോൾ കല്ലിടുക്കിലുള്ള ഇവിടുത്തെ പണികളനുസരിച്ച് 2 സൈഡ് ബസ് കാത്തിരിപ്പ് കേന്ദ്രവും 2 സൈഡ് അഴുക്ക് ചാലും, അതുപോലെ തന്നെ ലൈറ്റ് മുകളിൽ കൂടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈമാസ്റ്റ് ലൈറ്റ് വിവിധ ജനപ്രതിനിധികളോടും മറ്റുള്ളവരോടൊക്കെ പഞ്ചായത്തിനോടും നമ്മളിത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത്ര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. 28 പേര് കല്ലിടുക്ക് ജംഗ്ഷൻ പരിസരത്ത് മരണപ്പെടുകയും അതുപോലെ തന്നെ 92 പേർക്ക് പരിക്ക് പറ്റുകയും
103 കേസ് പീച്ചി പോലീസ് രജിസ്റ്റർ ചെയ്തതും ഇത് വിവരാവകാശ നിയമപ്രകാരമുള്ള കണക്കാണ്. ഒരു കൊല്ലത്തിനടുത്തുള്ള വിവരാവകാശ കണക്കാണ്. തന്നെയല്ല, ഇത് ഞങ്ങൾ നിയമസഭ പെറ്റീഷൻ കമ്മിറ്റി, യുവജന കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ഗോത്രവർഗ കമ്മീഷൻ, തൃശ്ശൂർ ജില്ലാ ലീഗൽ സർവീസ് സബ് ജഡ്ജി വഴിയും ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ അടുത്തേക്ക് ഹൈക്കോടതി ലീഗൽ സർവീസ് അതോറിറ്റി വഴിയും, അതുപോലെ സുപ്രീം കോടതിയിലെ ലീഗൽ സർവീസ് അതോറിറ്റി സുപ്രീം കോടതി ജഡ്ജി വഴിയും ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തന്നെയല്ല, ഇതിപ്പോൾ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ജഡ്ജി വിളിപ്പിച്ചിട്ടുണ്ട്. തന്നെയല്ല, ഈ 2 സൈഡിലും 2 പോസ്റ്റുകൾ നിൽക്കുന്നുണ്ട്, റോഡിനെ തടസ്സമായിട്ടും ബുദ്ധി പിടിഞ്ഞു വീഴാറായിട്ടും. ആ പോസ്റ്റ് മാറ്റാൻ KICBയോട് പറഞ്ഞിട്ട് ഇതുവരെ അവർ മാറ്റുന്നില്ല. ഇപ്പോൾ കളക്ടർക്ക് ജഡ്ജി വിളിച്ചിട്ട് കളക്ടർക്ക് ഓഫീസിൽ നിന്ന് അപ്പോൾ വന്നത് ഒരു സൂപ്രണ്ടിന് സൂപ്രണ്ടിനോട് നിർദ്ദേശം കൊടുത്തു. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ആ പോസ്റ്റ് 2 തെക്കുംപാട റോഡിൻ്റെ ആരംഭത്തിലും അതിന് ഓപ്പോസിറ്റ് കല്ലിടുക്ക് താണിപ്പാടം പോകുന്ന മൂലംകൂട് SC കോളനിയിലേക്ക് പോകുന്ന റോഡിന് തടസ്സമായി നിൽക്കുന്ന പോസ്റ്റ് എടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി പാലം പണി തുടങ്ങിയതിന് ശേഷം അത് പരിശോധിച്ച് വേണ്ട ചെയ്യാമെന്നാണ് കളക്ടർ അവിടെ നിന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് മാറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവസാനം വരെ ഡൽഹിക്ക് വരെ പോകേണ്ട വന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ MP ശ്രീ സുരേഷ് ഗോപി മിനിസ്റ്ററായിട്ടുള്ള ബന്ധപ്പെട്ട് നമ്മൾ 7 മീറ്ററോ അല്ലെങ്കിൽ 5.5 മീറ്ററോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ശ്രമങ്ങൾ നടത്തും. കാരണം പ്രൊജക്ട് ഡയറക്ടർ നമ്മൾക്ക് തന്ന നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞു, ഇതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെങ്കിൽ ഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശം മറ്റു കാര്യങ്ങളും വരണം. അത് മിനിസ്ട്രി ഓഫീസിൽ നിന്ന്, അത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം വന്നാൽ ഇതിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് ഞങ്ങൾ പണി സംബന്ധമായ കാര്യങ്ങൾ ഇവർ തുടർന്നുകൊണ്ടിരിക്കട്ടെ, അതിന് നമുക്ക് യാതൊരു തടസ്സമില്ല, തടഞ്ഞോട്ടെ. പക്ഷേ ഇതിൻ്റെ മുകളിൽ 1 മീറ്ററോ അല്ലെങ്കിൽ 2 മീറ്ററോ ഹൈറ്റ് കൂട്ടേ വേണ്ടോ? സ്ലാബിനൊക്കെ കനക്കം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ 1 മീറ്റർ കൂട്ടിക്കൂടെ? ദീർഘവീക്ഷത്തോടു കൂടി പണന്തൂടെ? നമ്മുടെ നികുതി പണമല്ലേ ഇതിവിടെ ഇറക്കുന്നതിൻ്റെയും കൂടുതൽ വലിയ വൻ തുകകൾ, കോടിക്കണക്കിന് 3000 കോടി 6000 കോടിയൊക്കെ ടോളനത്തിൽ പിരിച്ചു കൊണ്ട് പോവാണ്. നമ്മുടെ മൗലിക അവകാശങ്ങളാണ് നമ്മൾ ആവശ്യപ്പെടുന്നതും ചോദിക്കുന്നതും. അത് ബന്ധപ്പെട്ട അധികാരികളും കേന്ദ്ര ഗവൺമെൻറ്റും NHAയും അതിന് വേണ്ട നമ്മുടെ MP മന്ത്രിയായ സുരേഷ് ഗോപി സാറ്, റവന്യൂ മന്ത്രി ശ്രീ രാജൻ സാറ്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രവി മാഷ് ഉൾപ്പെടെയുള്ള അവർ ബന്ധപ്പെട്ട് നമുക്കത് ഉയർത്തി കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് നമുക്ക് പറയാനുള്ളത്. നമുക്ക് സാമ്പത്തിക ഇത്തിരി കുറവായി എൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ വീണ്ടും പോയേനെ. വീണ്ടും 2 പ്രാവശ്യം ഹൈക്കോടതിയിൽ ഞങ്ങൾ പോയി. അപ്പോൾ ഇവർ പണിയാൻ തയ്യാറാണ്, പണി തുടങ്ങണമെന്നുള്ളൊരു മറുപടി കിട്ടിയതിൻ്റെ പേരിൽ കോടതി അങ്ങനെ ആ ജഡ്ജി അത് ഉത്തരവായി വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഒളിഞ്ഞ് ഇരിക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവർ തുടക്കത്തിൽ പറഞ്ഞത് 7 മീറ്റർ ഉയരം 15 മീറ്റർ വീതി ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. പണി തുടങ്ങി വന്നപ്പോഴാണ് അത് 3.5 മീറ്ററായി മാറിയത്. ലാസ്റ്റ് ജഡ്ജിയായിട്ട് ലീഗൽ സർവീസ് അതോറിറ്റി സബ് ജഡ്ജി സരിത രവീന്ദ്രൻ മാഡം വഴി സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് 1 മീറ്റർ കിട്ടി 4.5 മീറ്ററായത്. ഇപ്പോൾ മുടിക്കോട് നമുക്ക് അറിയാൻ സാധിച്ചത് 3.5 മീറ്ററാണെന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മുടെ കല്ലുടിക്കിൽ 4.5 മീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഉയർത്തി കിട്ടാൻ വേണ്ടി നമുക്ക് സാമ്പത്തികത്തിൻ്റെ കുറവ് വേണ്ട, അല്ലെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ നമ്മൾ പോയി. സുപ്രീം കോടതിയിലെ വക്കീലുമാരും ഹൈക്കോടതിയിലെ വക്കീലുമാരായിട്ട് ഞങ്ങൾ പ്രാരംഭ ചർച്ചകളും പ്രാരംഭ നടപടിക്രമങ്ങളൊക്കെ നമ്മൾ പൂർത്തീകരിച്ചു. പക്ഷെ അവർ പറയുന്ന ഫണ്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. അതാണ് ഒരു മെയിൻ വിഷയം. അതുകൊണ്ട് നമ്മളിതിന് തടസ്സങ്ങളൊന്നും നിൽക്കുന്നില്ല. നമ്മുടെ ജനങ്ങളുടെ ആവശ്യം നമ്മൾ ശക്തമായി ആവശ്യപ്പെടുന്നു. നമുക്കത് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോഴും ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. 5.5 മീറ്ററെങ്കിലും എന്തായാലും പോരാട്ടങ്ങൾ തുടരട്ടെ. ചേട്ടാ, എന്താണ് ഈ ഒരു നമസ്കാരം, പറഞ്ഞോ, എങ്ങനെ എന്താണ് നിരന്തരം പോരാട്ടം ചെറിയൊരു വിജയം വരിച്ചു. മുമ്പോട്ട് പോകാനുള്ള തീരുമാനം ജനങ്ങളുടെ ബസ് കടന്നു പോവുക അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറി കഴിയുമ്പോൾ ഇവിടുത്തെ ആളുകൾ എന്താണ് പറഞ്ഞത്? ചിലവരുടെ അഭിപ്രായം ഇത് മതി എന്നാണ്. അങ്ങനെ ഇല്ല, ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് 7 മീറ്റർ ഉദ്ദേശിക്കുന്നത്. 5.5 കിട്ടിയാലും ഞങ്ങൾക്ക് തൃപ്തിയാവും. നമസ്കാരം ചേട്ടാ, പറയൂ, എന്താണ് ഈ ഒരു ഇതിപ്പോൾ 4.5 മീറ്റർ എങ്കിലും വന്ന ബസ് കടന്നു പോകുന്നതാണ് അറിഞ്ഞിട്ടുള്ളത്. നമുക്ക് ബസ് കടന്നു പോകണം, ഇതായിട്ട് പോകണം. പക്ഷേ
ഇത് വന്ന് ഇതിന് മുമ്പ് പല ആൾക്കാരും ഇതിവിടെ വരില്ല എന്ന് ഞങ്ങളെ എന്തായാലും ആ ഒരു വെല്ലുവിളിച്ചവരുണ്ട്. കളിയാക്കിയിട്ടുണ്ട്. ഇത് വെറുതെയാണ് കാശ് ചിലവാക്കുന്നത്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ടാണ് കോടതിയിലേക്ക് ഹൈക്കോടതിയിൽ പോയതും ഇതൊക്കെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ടാണ്. ആ കാശ് വെറുതെ പോവാണ്, ഇവിടെ അത് വരുന്ന പ്രശ്നമില്ല എന്ന് ഞങ്ങളോട് വെല്ലുവിളിച്ച് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്, ജനങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ വിജയം വന്നിട്ടുള്ളത്. ആ വിജയം ഞങ്ങൾ സന്തോഷപൂർവ്വം അത് അംഗീകരിക്കുന്നു. തീർച്ചയായും ജനകീയ പ്രക്ഷോഭങ്ങൾ തുടരുകയാണ്. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. കാരണം ഇവർ പൂർണ്ണമായി സംതൃപ്തരായിട്ടില്ല. 7 മീറ്ററാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കല്ലിടുക്ക് അടിപ്പാതയിൽ ഇപ്പോൾ നിലവിൽ 4.5 മീറ്ററാണ് എന്നിവർ അറിയിച്ചിട്ടുണ്ട്. ബാക്കി 7 മീറ്ററിലേക്ക് എത്തുന്നതിനായിട്ടുള്ള പോരാട്ടങ്ങൾ തുടരാൻ തന്നെയാണ്. കാരണം ഇവിടെ സ്റ്റാർ, അങ്ങനെ തൊട്ടപ്പുറത്ത് അതുപോലെ ക്രഷർ അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ കുറച്ച് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടുള്ള കുറേ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ വലിയ വാഹനങ്ങൾ വന്നു പോകുന്നതിനൊക്കെ ഇത് വേണ്ടിവരും എന്നാണ് ഇവിടുത്തെ ജനകീയ സമിതി പറഞ്ഞത്. എന്തായാലും വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ അവസാനിക്കട്ടെ. വീണ്ടും മറ്റു വാർത്തകളിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കല്ലിടുക്ക് നിന്നും രാഹുൽ വാണിയമ്പാറ.